ഇത് നമുക്ക് വളരെ എളുപ്പത്തിലും നല്ല രുചികരവുമായ ചെമ്മീൻ ചോറ് റെഡിയാക്കാം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. നമ്മൾ കുക്കറിലാണ് റെഡിയാക്കുന്നത്. കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 4 സവാള നേരിയതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ ഉപ്പും ചേർത്ത് നല്ല പോലെ വഴറ്റിയെടുക്കാം. ഇത് നല്ലപോലെ നല്ല കുഴഞ്ഞ പരിവാകണം കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് പച്ചമസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 പച്ചമുളകും 1 പിടി കുഞ്ഞുള്ളിയും 5 വെളുത്തുള്ളിയും 1 വലിയ കഷ്ണം ഇഞ്ചിയുമാണ് ചതച്ചെടുത്തിട്ടുള്ളത്. അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കറി മസാലപ്പൊടിയും 1/2 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് നല്ലപോലെ മൂത്ത് വന്നാൽ നമുക്കിതിലേക്ക് 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി തക്കാളി നല്ലപോലെ വെന്ത് കുഴഞ്ഞു വരണം കേട്ടോ. ഇനി ഇതിലേക്ക് 6 ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ചെമ്മീൻ പൊരിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 കപ്പ് ചെമ്മീനാണ് പൊരിച്ചെടുത്തിട്ടുള്ളത്. സാദാ മസാലയൊക്കെ ചേർത്ത് പൊരിച്ചെടുത്തത്. വെള്ളം നല്ലപോലെ തിളച്ച് വന്നാൽ 3 ഗ്ലാസ് അരി കഴുകിയത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ജീരകശാല അരിയാണ് എടുത്തത്. നമുക്ക് സാദാ അരിയിട്ടും ഇതുപോലെ വെക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് പോരായ്ക ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കറി മസാലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. 1 വിസിൽ വന്നാൽ മതി, നമ്മളുടെ ചോറ് റെഡിയാകും. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കശുവണ്ടി, മുന്തിരി, മൊരീച്ചൊക്കെ ഇടാം, മല്ലിച്ചീരയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷേ ഞാനിതൊന്നും ഇട്ട് കൊടുക്കണില്ല. അപ്പോൾ നമ്മളുടെ ചോറ് നല്ല വിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാനായിട്ട് ഒരു വലിയ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ അടിപൊളി ചെമ്മീൻ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഇന്നുണ്ടാക്കി നോക്കുക. കുക്കറിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ സാധാ പുഴുങ്ങലരി വെച്ചിട്ടും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പുഴുക്കലരിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 1 ഗ്ലാസ്സിന് 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.